പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. കേസിൽ മറ്റന്നാളാണ് ശിക്ഷ വിധിക്കുക. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ചെന്താമരയെ കുറ്റക്കാരനെന്ന് വിധിക്കുന്നതിനിടെ പാലക്കാട് ജില്ലാ കോടതി സാക്ഷ്യം വഹിച്ചത് നാടകീയ രംഗങ്ങൾക്കാണ്. കേസ് പരിഗണിക്കുമ്പോൾ പ്രതിയുടെ വെല്ലുവിളി ജഡ്ജിക്ക് നേരെയും നീണ്ടു. വേണ്ടി വന്നാൽ മറ്റുള്ളവരെയും കൊല്ലുമെന്നും തൂക്കിക്കൊന്നാലും കുഴപ്പമില്ലെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ 15-ാം തീയതി, അതായത് മറ്റന്നാൾ കോടതി വിധി പ്രസ്താവിക്കും. എന്തെല്ലാമാണ് ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും 15-ാം തീയതി ഉണ്ടാവുക. സ്വാഭാവികമായും 15-ാം തീയതിയിൽ വാദിഭാഗത്തിന് പറയാനുണ്ടാവുക ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ്. അതായത് വധശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് നൽകണമെന്നായിരിക്കും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക. കോടതി ഓൾറെഡി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും മെഡിക്കൽ സൈക്കാട്രിസ്റ്റിൻ്റെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. അതിന് വന്നിട്ടുണ്ട്. ഇപ്പോഴും അയാളുടെ ഒരു പെരുമാറ്റം നോ റിഗാർഡ്. അതുകൊണ്ട് മാക്സിമം ഒരു ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടുമെന്നാണ് നമ്മളുടെ വിശ്വാസം. അതേസമയം തന്നെ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെടും. ഈ കോടതിയുടെ വ്യൂ ഇതാണ്. ഇത് അന്തിമ വിധിയല്ല. ഇനി അപ്പീൽ കോടതിയിൽ അപ്പീൽ പോകും. അപ്പീൽ കോടതി തീരുമാനിക്കും. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ചെന്താമര. സുധാകരന്റെ വീട്ടുകാർക്ക് ഇപ്പോഴും ഭയമാണ്. പ്രത്യേകിച്ചും സുധാകരന്റെ മക്കൾക്ക് ഇനിയും ചെന്താമര പുറത്തിറങ്ങുമോ, തങ്ങളെയൊക്കെ കൊലപ്പെടുത്തുമോ എന്നുള്ള ഭയമുണ്ട്. പരമാവധി ശിക്ഷ അയാൾക്ക് കിട്ടും. കോടതിയിൽ വെച്ചിട്ട് അയാൾ നല്ലപോലെ തൂക്കിക്കൊല്ലണമെങ്കിൽ കൊന്നോളം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛമ്മയും എല്ലാവരും പോയി. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. നല്ലോണം പേടിയുണ്ട്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ല. 3 കൊലപാതകങ്ങൾ ചെയ്ത ചെന്താമര ഇന്ന് കോടതിയിലെത്തിയപ്പോൾ ഒരു കുറ്റബോധവുമില്ലാത്ത ഒരു കുറ്റവാളിയെ പോലെ തന്നെയാണ് പെരുമാറിയത്. ഇനിയും വേണ്ടി വന്നാൽ ഒരു കൊലപാതകം കൂടി, അല്ലെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ കൂടി നടത്താൻ താൻ ഒരുക്കമാണ് എന്ന തരത്തിൽ വെല്ലുവിളി പോലും കോടതിക്ക് അകത്ത് നടത്തി. അതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് ഇതാണ്. ആദ്യം ജഡ്ജി ചോദിക്കുകയാണ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ആ സമയത്ത് തനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. അതിനുശേഷം ജഡ്ജി വകുപ്പുകൾ നിരത്തി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതായി വിധി പ്രസ്താവിച്ചു. അതിനുശേഷം വീണ്ടും കോടതി ചോദിച്ചു, താങ്കൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. തന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. മാത്രമല്ല, ജയിലിൽ താങ്കൾ മറ്റ് കുറ്റവാളികളുമായൊന്നും തന്നെ ബന്ധമില്ല എന്നും യാതൊരു വിധത്തിലും ലഹരി ഉപയോഗിക്കുകയോ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണല്ലോ ജയിലിൽ നിന്നുള്ള റിപ്പോർട്ട് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അതിന് ചെന്താമര പറഞ്ഞതാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. തനിക്ക് മറ്റാരെയും താല്പര്യമില്ല. അങ്ങനെ തൻ്റെ അടുത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ, തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ തീർക്കാനും താൻ തയ്യാറാണ് എന്ന് കോടതി മുറിക്ക് അകത്ത് ചെന്താമര പറഞ്ഞു. കേസിൻ്റെ വിചാരണ വേളയിൽ ചെന്താമരയ്ക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് ഒരുപാട് തവണ തെളിയിക്കാനായി പ്രതിഭാഗം ശ്രമിച്ചിരുന്നു. പക്ഷേ ജില്ലാ സൈക്കോളജി വിഭാഗത്തിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് പ്രകാരം ചെന്താമരയ്ക്ക് യാതൊരു വിധത്തിലും മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് റിപ്പോർട്ട് നൽകിയത്. അങ്ങനെയാണല്ലോ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്ന് കോടതി ചോദിച്ചപ്പോൾ അതിന് തനിക്ക് വട്ടുണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് ചെന്താമര ചോദിച്ചത്. മാത്രമല്ല, ഓരോ വിവരങ്ങളും ജഡ്ജി കുറിച്ചെടുക്കുമ്പോൾ എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള മറുപടിയും ചെന്താമരയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. താങ്കൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കാനായി താൻ ഗാന്ധിജിയല്ല എന്നായിരുന്നു കോടതിയോടുള്ള മറുപടി. മാത്രമല്ല, താൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തൻ്റെ അവസ്ഥ വരണം എന്നായിരുന്നു ചെന്താമര കോടതിയിൽ പറഞ്ഞത്. കോടതി മുറിക്ക് അകത്ത് വെച്ച് പോലും ഒരു പ്രതി ഒരുപക്ഷെ ഇനിയും താൻ കൊലപാതകം ചെയ്യുമെന്ന ഒരു വെല്ലുവിളി നടത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. എന്തായാലും 15-ാം തീയതിയുള്ള ശിക്ഷാവിധിക്കാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.